അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ ഒരു വളരെ ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരുന്ന സമയത്ത് നമ്മുടെ പുതിയ വണ്ടിയും കൊണ്ടും കറങ്ങാനൊക്കെ പോകുന്ന ചോദിച്ചു. കറങ്ങാനല്ല, വണ്ടിയുടെ 3-4 ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള പ്ലാനിങ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ വണ്ടിയുടെ 3-4 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത്, അപ്പം ഞാൻ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. എടുത്തിട്ട് ഇപ്പം നമ്മൾ നേരെ തിരിച്ച് പോവാണ്. ഈ വണ്ടി കംപ്ലീറ്റ് മോഡിഫൈഡ് ഒന്നുമല്ല, കുറച്ചൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അയ്യോ, എൻ്റെ അമ്മച്ചി ആ ബോർഡ് തെറിച്ചു പോയി. കാരണം ഈ വണ്ടി കുറച്ച് പടക്കം പൊട്ടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് കേട്ടോ. പടക്കം പൊട്ടും, നല്ലപോലെ പടക്കം പൊട്ടുന്ന വണ്ടിയാണ്. ഇതെന്താ റിവേഴ്സ് ഗിയർ വീഴാത്ത? ഇതെന്താണിത്? വീഴുന്നില്ലല്ലോ. പെട്ടെന്ന് ഇതൊന്നും പറ്റും വണ്ടിക്ക്. ഗിയറും വീഴുന്നില്ല. വീഴേ ഓക്കെ വീണ്. പുതിയ വണ്ടിയാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടേ. ഓക്കെ, നമ്മളിപ്പം വണ്ടിയുടെ 3-4 ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തെങ്കിലും വലിയ രീതിയിലുള്ള ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ നിൻ്റെ അമ്മ അതെന്ത് കല്ലാടാ? ഇതൊന്നും ഇവിടുത്തെ പ്ലാസ്റ്റിക് കല്ലായിരിക്കണം, അതാണ് പെട്ടെന്ന് പൊട്ടിപ്പോയത്. കുഴപ്പമില്ല. ഇതെന്താണ്, കിണറോ? ഹായ്, അടിപൊളി. ഇതിൻ്റെ മണ്ടയിൽ കിണർ. ഇതിപ്പോൾ ആരാണെന്ന് വിളിക്കുന്നത്? ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഇതിപ്പോൾ ആരാണ് കിടന്ന് വിളിച്ചതെന്നും എനിക്കറിയാം. വിളിച്ചാലും കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഡ്രോൺ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലമൊക്കെ തന്നെയാണ്. കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നതേ ഉള്ളൂ, അല്ലാതെ വലിയ രീതിയിൽ കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. ഓക്കെ നമ്മളത് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രോണ്. നമുക്ക് ഫോൺ വഴി ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. അടിപൊളി. ഞാൻ നോക്കട്ടെ. നമ്മുടെ വണ്ടി എവിടെയാ? പുല്ലിലാണ് പോയി കിടക്കുന്നത്. നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ്. കണ്ടില്ലേ ഗൈസ്, നമ്മുടെ വണ്ടിയിൽ അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചെറിയ പാട്ടൊക്കെ കയറ്റിയിട്ടുണ്ടെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ പാട്ടൊന്നും കയറ്റിയിട്ടുണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാ വ്യൂ ആണെന്ന് നോക്കണേ ഗൈസ്. അതായത് ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഇത് പാടാണ്. അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഈ വണ്ടിയുടെ കളറ് തന്നെ ഒരു പർപ്പിൾ കളറാണ്. അപ്പം അടിപൊളിയായിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നമ്മളത് ആ കംപ്ലീറ്റ് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. വണ്ടി ചെറിയൊരു പടക്കമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഗൈസ്. ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലായിരിക്കുമല്ലോ അല്ലേ? ഓക്കെ, നമ്മളിനിയിപ്പോൾ ഈ വണ്ടി ഓഫ് റോഡിന് ഓട്ടിക്കാൻ ബോറാണ്. അല്ലാതെയൊക്കെ ഓട്ടിക്കാനാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഗൈസ്, ഞാൻ സിറ്റി 2-ൽ വന്നതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി പോലീസ് പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പോലീസ് പിടിച്ചെന്താ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോലീസ് പിടിച്ചു. നമ്മുടെ വണ്ടിയിൽ ചെറിയ പ്രശ്നം പറ്റി. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സാറും ആൾക്കാരൊന്നും ഇല്ലെങ്കിലും വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടേ പറ്റുള്ളൂ. അവരെന്തോ FIR ഇട്ട് കേട്ടോ നമ്മുടെ വണ്ടി. ഇനിയിപ്പോൾ ഈ വണ്ടി ഇറക്കാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ. FIR ഇട്ടേക്കോ. അപ്പം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. FIR ഇട്ട് നമ്മളെവിടെ? പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? എവിടെയാ? നമ്മളെ വണ്ടിക്ക് FIR ഇട്ട് വണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് 30 ലക്ഷം രൂപ അടയ്ക്കാതെ ഈ വണ്ടി എനിക്കോ അയാൾക്കോ ഇവിടെ ഇറക്കാൻ പറ്റില്ല. ഞാൻ 30 ലക്ഷം രൂപ അടയ്ക്കണം അത്ര. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ചെറിയ പണിയൊക്കെ കിട്ടും. കാരണം ഈ വണ്ടി ഇനിയിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ആ പോസ്റ്റൊക്കെ വെറുതെ ആയിരിക്കില്ല കേസ്. നമ്മൾ ആ വണ്ടിയിൽ ചെറിയ മോഡിഫൈഡ് കസ്റ്റം പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്ര പണി കിട്ടേണ്ട. വലിയ മോഡിഫൈ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. എന്താ പറഞ്ഞാലും എൻ്റെ നിന്ന് 30 ലക്ഷം രൂപ അതോക്കെ അങ്ങനെ പോയി നീ ഓട്ടിക്കോ. എന്താ പറഞ്ഞാലും എൻ്റെ വണ്ടിയുടെ കാര്യമല്ലേ. എന്താ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേലും ചെയ്യും ഗൈസ്, നോ ഐഡിയ. എനിക്കാണെങ്കിൽ എൻ്റെ കൈയും കാലൊക്കെ ഇരുന്ന് വിറയ്ക്കുന്നു. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. എനിക്കറിയില്ല ഗൈസ്. വണ്ടിയുടെ ഫ്രണ്ട് ചെറുതായിട്ടൊന്ന് ചളങ്ങി കേട്ടോ. കുഴപ്പമില്ല, അതൊക്കെ ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെന്താ ഈ വണ്ടിയിൽ അലാം കിടന്നടിക്കുന്നത്? നമ്മൾ തൊട്ടേൻ്റെ ആയിരിക്കും. കുഴപ്പമില്ല. എന്താ പറഞ്ഞാൽ FIR ഇട്ട് നമ്മുടെ വണ്ടി അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത്. ഇവിടെ ആരും കാണാനില്ല കേട്ടോ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ആരും ഇല്ല ഗൈസ്. കൊള്ളാം.
ഈ പോലീസുകാരന്മാരൊക്കെ അവിടെ പോയി. ജയിലൊക്കെ തുറന്നു കിടക്കണ്. ഓ, ജയിൽ പുള്ളികളെല്ലാം അടച്ചിട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കയറാൻ പറ്റില്ല, എത്തിപ്പാടാ കയറണമെന്ന്. ഇന്ന പരിപാടിയാന്ന് നോക്കണേ ഗൈസ്. ഓക്കെ, ഇവിടെ ക്യാബിനുണ്ട്, പക്ഷേ ഇവിടെ ആരും ഇല്ല. ഫാൻ ഇവിടെ ഇരുന്ന് കറങ്ങുന്നു, പക്ഷെ ഇവിടെയൊന്നും ആരും കാണാനില്ലല്ലോ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരവാ. അപ്പോൾ ഗൈസ്, സീ ദ നെക്സ്റ്റ് വൺ. ബൈ.